ഇംഗ്ലീഷ് സെൻറ്റൻസുകൾ പഠിക്കാം. അപ്പോൾ അതിലെ ഫസ്റ്റ് പോയിൻ്റ് എന്താ? ഞാൻ എല്ലാ ദിവസവും പ്രഭാത ഭക്ഷണം കഴിക്കുന്നു. അപ്പോൾ ഇതൊരു പ്രസൻറ്റ് സിമ്പിൾ സെൻറ്റൻസ് ആണ്, സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് എഴുതാമെന്ന് നോക്കാം. ഇവിടെ ഞാൻ എന്ന് വെച്ചാൽ എന്താ? ഐ. എല്ലാ ദിവസവും എവറി ഡേ. പ്രഭാത ഭക്ഷണം എന്താ? ബ്രേക്ക്ഫാസ്റ്റ്. കഴിക്കുക, കഴിക്കുക എന്ന് വെച്ചാൽ ഈറ്റ്. നമുക്കിത് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഐ എന്ന് വെച്ചാൽ എന്താ? ഞാൻ. ഐ ഈറ്റ് കഴിക്കുക. ഐ ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. പ്രഭാത ഭക്ഷണം. ഐ ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എവറി ഡേ. എല്ലാ ദിവസവും എന്ന് വെച്ചാൽ എന്താ? എവറി ഡേ. അപ്പം എങ്ങനെ നമ്മൾ ഇത് എഴുതിയത്? ഐ ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എവറി ഡേ. ഞാൻ എല്ലാ ദിവസവും പ്രഭാത ഭക്ഷണം കഴിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് നോക്കാം. അപ്പോൾ സെക്കൻഡ് പോയിന്റ് എന്താ? ഇന്നലെ ഞാൻ മാർക്കറ്റിൽ പോയി. അപ്പോൾ ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്, കഴിഞ്ഞു പോയ കാര്യമാണ് നമ്മൾ പറയണത്. അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതാം? ഇന്നലെ എന്ന് വെച്ചാൽ എന്താ? എസ്റ്റർഡേ. ഞാൻ ഐ മാർക്കറ്റിൽ പോയിയുടെ പാസ്റ്റ് ഫോം ആക്കിയിട്ട് നമ്മൾ എഴുതണം. അപ്പോൾ എങ്ങനെ എഴുതാമെന്ന് നമുക്ക് നോക്കാം. ഇന്നലെ യെസ്റ്റർഡേ ഐ പോയിന് നമ്മളെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഗോ. അപ്പോൾ ഗോയുടെ പാസ്റ്റ് ഫോം നമുക്ക് എഴുതണം. ഗോയ്ക്ക് 3 ഫോംസ് ഉണ്ട്: ഗോ, വെൻറ്റ്, ഗോൺ. അപ്പോൾ നമ്മൾ എന്താ എഴുതണത്? യെസ്റ്റർഡേ ഐ വെൻറ്റ്. ഇത് പാസ്റ്റ് ടെൻസ് ആണ്, നമ്മൾ വെൻറ്റാണ് എഴുതുന്നത്. യെസ്റ്റർഡേ ഐ വെൻറ്റ്. എവിടെയാണ് പോയത്? മാർക്കറ്റ്. അപ്പോൾ എന്തായിട്ട് നമുക്ക് എങ്ങനെ പറയാം? ഇന്നലെ ഞാൻ മാർക്കറ്റിൽ പോയി. യെസ്റ്റർഡേ ഐ വെൻറ്റ് മാർക്കറ്റ്. ഇതാണ് നമ്മുടെ സെക്കൻഡ് പോയിന്റ്. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് നോക്കാം. അപ്പോൾ തേർഡ് പോയിന്റ് എന്താ? അവൾ ഇപ്പോൾ ഒരു പുസ്തകം വായിക്കുകയാണ്. ഇതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് സെൻറ്റൻസ് ആണ്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അവൾ ഇപ്പോൾ ഒരു പുസ്തകം വായിക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. അപ്പോൾ അവൾ എന്ന് വെച്ചാൽ എന്താ? ഷീ. ഇപ്പോൾ നൗ. ഒരു പുസ്തകം, എ ബുക്ക്. വായിക്കുക എന്ന് വെച്ചാൽ എന്താ? റീഡ്. അപ്പോൾ നമ്മളിത് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഇതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ എങ്ങനെ എഴുതുന്നത്? അവൾ എന്ന് വെച്ചാൽ എന്താ? ഷീ ഈസ് റീഡിങ്. ഇവിടെ റീഡ് എന്ന് വെച്ചാൽ വായിക്കുക. ഇവിടെ റീഡിങ് ING ഫോം വന്നു, കാര്യം ഇതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ ഷീ ഈസ് റീഡിങ് എ ബുക്ക് നൗ. ഇപ്പോൾ. നൗ എന്ന് വെച്ചാൽ ഇപ്പോൾ. അപ്പോൾ ഷീ ഈസ് റീഡിങ് എ ബുക്ക് നൗ. അപ്പോൾ ഇവിടെ എങ്ങനെ ഈസ് പ്ലസ് ING ഫോമാണ് വന്നേക്കുന്നത്, കാര്യം ഇത് ഞാൻ പറഞ്ഞില്ല, ഒരു പ്രസൻറ്റ് കണ്ടിന്യൂസ് സെൻറ്റൻസ് ആണ്. അപ്പം ഈസ് പ്ലസ് ING ഫോം ഞാൻ ഇവിടെ അണ്ടർലൈൻ ചെയ്തു. അപ്പോൾ എങ്ങനെയാണ് നമ്മളിത് വായിക്കുക? അവൾ ഇപ്പോൾ ഒരു പുസ്തകം വായിക്കുകയാണ്. ഷീ ഈസ് റീഡിങ് എ ബുക്ക് നൗ. ഇതാണ് തേർഡ് പോയിന്റ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് നമുക്ക് പഠിക്കാം. നാളെ ഞങ്ങൾ പാർക്ക് സന്ദർശിക്കും. അപ്പോൾ ഇതൊരു ഫ്യൂച്ചർ ടെൻസ് സെൻറ്റൻസ് ആണ്. നമ്മളിത് ഇങ്ങനെ എഴുതാമെന്ന് നോക്കാം. നാളെ എന്ന് വെച്ചാൽ എന്താ? ടുമോറോ. ഞങ്ങൾ വി. പാർക്ക് സന്ദർശിക്കുക, വിസിറ്റ്. അപ്പം നമുക്ക് എങ്ങനെ ഇത് എഴുതാം? നാളെ ഞങ്ങൾ പാർക്ക് സന്ദർശിക്കും. വി. ഞങ്ങൾ എന്ന് വെച്ചാൽ വി. അപ്പം ഇത് ഫ്യൂച്ചർ ടെൻസ് ആണ്, നമ്മളിവിടെ വില്ല് യൂസ് ചെയ്തു. വി വിൽ വിസിറ്റ്. വിസിറ്റ് എന്ന് വെച്ചാൽ എന്താ? സന്ദർശിക്കുക. വി വിൽ വിസിറ്റ് ദ പാർക്ക്. എന്നാ നമ്മൾ കാണുന്നത്? ടുമോറോ. അപ്പം നാളെ ഞങ്ങൾ പാർക്ക് സന്ദർശിക്കും. വി വിൽ വിസിറ്റ് ദ പാർക്ക് ടുമോറോ. അപ്പം നമുക്ക് ഫിഫ്ത്ത് പോയിന്റ് നോക്കാം. ഞാൻ വിളിച്ചപ്പോൾ അവൻ ഫുട്ബോൾ കളിക്കുകയായിരുന്നു. ഇതൊരു പാസ്റ്റ് കണ്ടിന്യൂസ് സെൻറ്റൻസ് ആണ്. അപ്പം ഇത് ഒരു കഴിഞ്ഞുപോയ കാര്യമാണ് പറയണത്. ആ കഴിഞ്ഞുപോയ കാര്യം പറയുമ്പോഴും അവൻ ഫുട്ബോൾ കളിക്കുകയായിരുന്നു, അതാണ് പാസ്റ്റ് കണ്ടിന്യൂസാണ് ഈ സെൻറ്റൻസ് വന്നത്. അപ്പം നമുക്കിത് എങ്ങനെ എഴുതാം? ഓൾറെഡി ഇതിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. അപ്പം ഞാൻ എന്ന് വെച്ചാൽ എന്താ? ഹി.
വിളിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കോൾ എന്ന് പറയും, ഇംഗ്ലീഷിൽ കോൾ. അവൻ ഹീ, കളിക്കുകയുടെ ഇംഗ്ലീഷ് വേർഡ് എന്താ പ്ലേ. അപ്പം ഇങ്ങനെ ഹീ വാസ് പ്ലേയിങ്. ഇത് പാസ്റ്റ് കണ്ടിന്യൂസ് സെൻറ്റൻസ് ആയതുകൊണ്ടാണ് ഇവിടെ വാസ് പ്ലസ് ING ഫോം വന്നത്. ഹീ വാസ് പ്ലേയിങ് ഫുട്ബോൾ. എപ്പോഴാണ് ഞാൻ വിളിച്ചപ്പോൾ, വെൻ ഐ കോൾഡ് ഹിം. അപ്പോൾ ഇവിടെ കോൾഡ് പാസ്റ്റ് ടെൻസ് ആണ് വന്നിരിക്കുന്നത്, കോൾഡ് ED വന്നു. നമ്മൾ അല്ലെങ്കിൽ കോൾഡ് പ്രസൻറ്റ് ടെൻസ് നമ്മൾ വെറും കോൾ അല്ലേ എഴുതുള്ളൂ. ഇപ്പോൾ ഇത് പാസ്റ്റ് കണ്ടിന്യൂസ് സെൻറ്റൻസ് ആണ്, ഇവിടെ നമ്മൾ കോൾഡ് എഴുതി, CALLED. അപ്പം എങ്ങനെയാണ്, ഹി വാസ് പ്ലേയിങ് ഫുട്ബോൾ വെൻ ഐ കോൾഡ് ഹിം. ഞാൻ വിളിച്ചപ്പോൾ അവൻ ഫുട്ബോൾ കളിക്കുകയായിരുന്നു. ഇതാണ് 5th പോയിന്റ്. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് എന്താ, ഈ ആഴ്ച ഞാൻ ഇംഗ്ലീഷ് പഠിക്കുകയാണ്. അപ്പോൾ ഇതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതാൻ നോക്കാം. ഈ ആഴ്ച ദിസ് വീക്ക് ഞാൻ ഇംഗ്ലീഷ് പഠിക്കുകയാണ്. പഠിക്കുക എന്ന് ഇംഗ്ലീഷ് വേർഡ്, പഠിക്കുകയുടെ ഇംഗ്ലീഷിൻ്റെ വേർഡ് എന്താ, ലേൺ. അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതാൻ നോക്കാം. ഈ ആഴ്ച ഞാൻ ഇംഗ്ലീഷ് പഠിക്കുകയാണ്. this week, ഈ ആഴ്ച, I am learning. ലേൺ എന്ന് വെച്ചാൽ എന്താ, പഠിക്കുക. അപ്പം ഇവിടെ ആം പ്ലസ് ING ഫോമാണ് വന്നത്. ദിസ് വീക്ക് ഐ ആം ലേണിംഗ്. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ നിങ്ങൾക്ക് കാണാമല്ലോ, ഇവിടെ ഞാൻ അണ്ടർലൈൻ വരയ്ക്കാം, ആം പ്ലസ് ING ഫോം. കാരണം ഇതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അപ്പം ദിസ് വീക്ക് ഐ ആം ലേണിംഗ് ഇംഗ്ലീഷ്. ഇതാണ് നമ്മുടെ 6th പോയിന്റ്. ഈ ആഴ്ച ഞാൻ ഇംഗ്ലീഷ് പഠിക്കുകയാണ്. ദിസ് വീക്ക് ഐ ആം ലേണിംഗ് ഇംഗ്ലീഷ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് എന്താ, അവൾ എപ്പോഴും അവളുടെ സുഹൃത്തുക്കളെ സഹായിക്കുന്നു. അപ്പോൾ ഇതൊരു പ്രസൻറ്റ് സിമ്പിൾ സെൻറ്റൻസ് ആണ്. ഇതൊരു അവളുടെ ഒരു ഹാബിറ്റാണ്, ഒരു റെഗുലർ ഹാബിറ്റാണ് പറയണത്. അവൾ എന്നും ചെയ്യുന്ന ഒരു പ്രവൃത്തി, എപ്പോഴും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് പറയണത്. അല്ലെങ്കിൽ ഒരു ജനറൽ ട്രൂത്ത്, ഒരു സത്യസന്ധമായ ഒരു കാര്യം. അതുകൊണ്ടാണ് ഇത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് അല്ലെങ്കിൽ പ്രസൻറ്റ് സിമ്പിൾ സെൻറ്റൻസ് ആണ്. അവൾ എപ്പോഴും അവളുടെ സുഹൃത്തുക്കളെ സഹായിക്കുന്നു. ഇതെങ്ങനെ നമുക്ക് എഴുതാമെന്ന് നോക്കാം. അവൾ എന്ന് വെച്ചാൽ എന്താ, ഷീ. എപ്പോഴും ആൾവേസ്. അവളുടെ സുഹൃത്തുക്കൾ, ഹെർ ഫ്രണ്ട്സ്. സഹായിക്കുക, ഹെൽപ്പ്. നമുക്കിത് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഷീ ആൾവേസ് helps her friends. അപ്പോൾ എന്താ, അവൾ എപ്പോഴും അവളുടെ സുഹൃത്തുക്കളെ സഹായിക്കുന്നു. ഷീ ഓൾവേസ് ഹെൽപ്സ് ഹെർ ഫ്രണ്ട്സ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം. ബൈ.